ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റാണ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്കറിയാം, ഇന്ന് ഞാൻ ഈ മുഖം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അല്ലേ? ഒന്നുകിൽ തെറി വിളിക്കാനാണോ, എന്തിനാണ്, എന്തോ ഒരു പടപ്പുറപ്പാടിനുള്ള തയ്യാറെടുപ്പാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഞാനിങ്ങനെ മെസ്സേജ് ഇങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഫേസ് കാണിച്ച് ഞാൻ ചെയ്യാറില്ല പ്രീ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരെ കുറേ ശകാരം നടത്തി. ഓക്കെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം അങ്ങനെ പറയേണ്ട ആവശ്യകത വന്നു. കാരണം നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നത് എന്തിനാണ് വന്നത്, നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പോയ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് 10 പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടല്ലേ നമ്മൾ ഇതിനകത്തിൽ വന്നത്. എവിടെങ്കിലും എങ്ങനെങ്കിലും കര കയറണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ എന്നെ തേടി വന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എങ്ങനെ തപ്പിപ്പിടിച്ച് ആരോ പറഞ്ഞ് നിങ്ങളോട് എത്തിയത് അല്ലേ? അപ്പം ഇന്നലെ നമ്മുടെ 2 ദിവസമായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കാരണം ഇന്നലത്തെ കമൻറ്റിനകത്ത് ഒരാൾ എഴുതിയിട്ടുണ്ട്, ചേട്ടൻ്റെ വീഡിയോ പഴയ മാതിരിയുള്ള ഗുമ്മില്ലെന്ന്. ചേട്ടൻ്റെ വീഡിയോയ്ക്ക് പഴയ മാതിരി അങ്ങോട്ട് ശരിയാവുന്നില്ല. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ആദ്യം നിങ്ങളോടൊരു കാര്യം പറയാം. ഈ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എനിക്ക് ന്യൂസ് ഉണ്ടാക്കി പറയാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യം ഒന്ന് പോളിഷ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരത്തക്ക രീതിയിൽ, അല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് അതിനെ സാധൂകരിച്ച് എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് വ്യക്തമായ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞ പോലെ നമ്മളുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ഇന്ന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായ സംഭവം. മനസ്സിലായില്ലേ? നമ്മളുടെ ബോധ്യങ്ങൾ, ആ ഒരു ബോധ്യം വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസം നമുക്ക് കഴിഞ്ഞ തിങ്കളും ചൊവ്വായും നമുക്ക് യാതൊരുവിധ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? അല്ലെ, മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ തക്ക ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇതില്ലാതെ ഞാൻ കയ്യിൽ നിന്ന് ഉണ്ടാക്കി പറയാൻ പറ്റുമോ? നാളെ ക്രിസ്മസാണ്, അതുകൊണ്ട് എല്ലാവരും നാളെ റാലി നടത്തും എന്നെനിക്ക് പറയാൻ പറ്റുമോ? എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ലെ, മാർക്കറ്റിൽ നിന്ന് ഇവിടം വരെ പോകും എന്നെനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ പിന്നിൽ എന്തുമാത്രം കഷ്ടപ്പാടും എന്തുമാത്രം ദുരിതമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരു ദിവസം പോലും മുടക്കാതെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആണ്ടിനും സംക്രാന്തിക്കും അല്ല ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നത്. ആണോ? അല്ല. നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെ ആരെ നിരാശപ്പെടുത്താതെ ഓരോ ദിവസവും കൃത്യസമയത്ത് എൻ്റെ ഡ്യൂട്ടിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് ഇല്ലേ? ആണ്ടിനും സംക്രാന്തിക്കും അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ വല്ല കാശ് കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ യൂട്യൂബിൽ കിട്ടുന്ന ഒരു വീഡിയോയ്ക്ക് ഈ വീഡിയോയുടെ ആയുസ് എത്രയാണ്? ആകെയും പോകും ഒരു ദിവസമുള്ളൂ ഈ വീഡിയോയുടെ ആയുസ്. നാളെ ഈ വീഡിയോ ആരും കാണത്തില്ല. ഇന്ന് ഈ ഒരു ദിവസം മാത്രമേ വീഡിയോ. നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുമോ, അല്ലെ ഒരു ട്രാവൽ വ്ളോഗ് ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ വർഷങ്ങളായിട്ടായാലും പഴയ വീഡിയോകൾ പോയി കാണും ഇല്ലേ? പക്ഷേ ഈ വീഡിയോയുടെ ആയുസ്, ഇന്ന് മാർക്കറ്റ് അവസാനിച്ചതോടെ ഈ വീഡിയോയുടെ ആയുസ് കഴിഞ്ഞു. നാളെ ഈ വീഡിയോ ആരും നോക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വേണം, ഒരു വീഡിയോക്ക് എത്ര രൂപ കിട്ടും, എത്ര ഡോളർ കിട്ടുന്നു? കൂടി കഴിഞ്ഞാൽ $3, $2.5 അല്ലെ $3. $3 100 രൂപ വെച്ച് കണക്ക് കൂട്ടിയാലും 300 രൂപയാണ് ഒരു വീഡിയോ ചെയ്ത് കിട്ടുന്നത്. ഇതിൻ്റെ പുറകിലുള്ള എഫർട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ചേട്ടൻ്റെ വീഡിയോയ്ക്ക് പഴയ ഗുമ്മില്ല എന്ന് പറയാൻ കാര്യം, എനിക്ക് ന്യൂസ് ഉണ്ടാക്കി പറയാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ കയ്യിലുള്ള എൻ്റെ ബോധ്യങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളും എനിക്ക് കിട്ടുന്ന സോഴ്സും ആ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ അത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള ന്യൂസുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇല്ലാത്ത ന്യൂസുകൾ ഞാൻ ചുമ്മാതെ പറയാറില്ല. കഴിഞ്ഞ ദിവസം എല്ലാവരും എന്നോട് ചേട്ടാ എന്തുകൊണ്ട് ന്യൂസിലാൻഡോടുള്ള ട്രേഡ് ഡീലിനെ പറ്റി സംസാരിച്ചില്ല? എനിക്കത് തോന്നിയില്ല സംസാരിക്കാൻ. അതിൻ്റെ കാരണം, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനെതിരെ മാർക്കറ്റ് പ്രതികരിച്ചു. ന്യൂസിലാൻഡുമായിട്ട് നമ്മൾ ഒരു കരാറുണ്ടാക്കി, ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കി. എന്നിട്ട് മാർക്കറ്റ് പ്രതികരിച്ചു അതിനോട്. എന്താ പ്രതികരിക്കാഞ്ഞത്? അതിനകത്ത് മുഴുവൻ ഫ്രീ ആണ്, മൊത്തം ഫ്രീ. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ മുഴുവൻ ന്യൂസിലാൻഡ് ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തോളാം എഗ്രി ചെയ്തു. അതുകൊണ്ട് ആ രാജ്യത്തിന് എന്തോ ഗുണം? അത് പ്രഖ്യാപിച്ച് കൈ കൊടുത്തൊക്കെ പോയി തിരിച്ച് ആ പുള്ളി അങ്ങ് ചെന്നപ്പോഴത്തേക്കും അവിടെ അടിയായി. അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ് നടക്കത്തില്ല, ഇത് ഫ്രീ കൊടുക്കാനുള്ള സെറ്റപ്പ് അല്ല. അവരവരുടെ രാജ്യത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് എന്താ പ്രയോജനം? അവർക്കൊരു പ്രയോജനമില്ല, ഇന്ത്യക്ക് പ്രയോജനമാണ്. പക്ഷേ ഈ സാധനം നടപ്പാകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 വർഷത്തോളം എടുക്കും. ഈ ട്രേഡ് ഡീൽ ഒപ്പിട്ട് കരാറിട്ട് സാധനം പോയി, പക്ഷേ ഇത് നടപ്പാകണമെന്നെങ്കിൽ ഏകദേശം 1 വർഷത്തോളം എടുക്കും ഇത് സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ.
3 മാസം കഴിഞ്ഞ് ഈ എഗ്രിമെൻറ്റ് മൊത്തത്തിൽ സൈൻ ആകത്തുള്ളൂ. കാരണം ഇത് അവരുടെ മന്ത്രിസഭയിലും കാര്യങ്ങളൊക്കെ പാസ്സാവണ്ടേ, ചുമ്മാ അത് പറ്റുമോ? അപ്പോൾ ഇതൊന്നും നമ്മുടെ മാർക്കറ്റിനെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ സംഗതികളല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നലെ 1300 സാധാരണ 2000 പേരാണ് നമ്മുടെ വീഡിയോ കാണാറുള്ളത്. ഇന്നലെ 1300 പേരെ കണ്ടുള്ളൂ. ഇന്നലെ 1500 പേരെ കണ്ടുള്ളൂ. എനിക്ക് നിർബന്ധമില്ലപ്പാ നിങ്ങൾ കാണണമെന്ന്. ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ പോളിസി, എൻ്റെ വീഡിയോകൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിന് യാതൊരു മാറ്റവും ഇല്ല. എനിക്ക് വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. അതിന് ഗുമ്മുണ്ടോ, പഴയ മാതിരി കൊള്ളാവോ ഇല്ലയോ, ഇതൊന്നും ഞാൻ നെവർ മൈൻഡ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഇന്നലെ വേറൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് താഴെ, ഞാനിത് പറഞ്ഞ കാര്യം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. വേറൊരാൾ പറഞ്ഞു ഇത് തട്ടിപ്പാണ്. നിങ്ങൾ കണ്ടില്ല ഇന്നത്തെ മാർക്കറ്റ് കണ്ടില്ല, തട്ടിപ്പാണ്. അപ്പോൾ തട്ടിപ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. ഈ പറയുന്ന പോലെ തന്നെ വെള്ളമില്ലാത്തടത്ത് നിങ്ങൾ മുങ്ങാൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിടിക്കും, നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. അത് നിങ്ങൾ അനുഭവസ്ഥരാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്, ഇല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് സുഖസുന്ദരമായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഇല്ലേ? ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ വരച്ച് കാണിച്ചു. ആ വരയിൽ കൂടെ തന്നെ മാർക്കറ്റ് താഴോട്ട് പോയി, ഇല്ലേ? ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്തു. ഇല്ലാത്തടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവസരങ്ങളില്ലാതെ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ട്രേഡിന് വേണ്ടി ട്രേഡ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ സമയത്തയോടെ കാത്തിരുന്ന് ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെങ്കിൽ വിജയിക്കാം. എരിപിരി കൊണ്ട് ഹറിബറിയായിട്ട് എനിക്ക് ഇപ്പോൾ ചെയ്യണം, ഇന്ന് കിട്ടണം, ട്രേഡ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് വിജയിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പൈസ വെറുതെ പോകത്തേ ഉള്ളൂ. നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു ന്യൂസ് പടച്ചുണ്ടാക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അത് ഞാൻ ആദ്യം സ്ക്രൂട്ടനൈസ് ചെയ്യും, അതിനെ ഒന്ന് വിശകലനം ചെയ്യും. ഇതുകൊണ്ട് മാർക്കറ്റിന് എന്തെങ്കിലും ഇതിനകത്തിൽ ഈ ന്യൂസ് കൊണ്ട് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുമോ മാർക്കറ്റിൽ എന്ന് ഞാൻ പരിശോധിച്ചതിന് ശേഷം അത് എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു ഗുണമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാറില്ല. ഇതാണ് സംഭവം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത്, കാണുന്നവർ കാണുക, കാണാത്തവർ കാണണ്ട. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പിന്നെ ഓപ്പർച്യൂണിറ്റി, വേറെ എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അവിടെ പഠിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് വെച്ച് നിങ്ങൾ കോൾ എടുക്കുകയോ അങ്ങനെ ചെയ്യാം. നമുക്ക് അങ്ങനെ കോൾ കൊടുക്കുന്ന പരിപാടികളൊന്നുമില്ല. നമുക്ക് ആകെയും പോകുകയും എൻ്റെ കൈ മുതലായിട്ടുള്ളത് എനിക്ക് ഈ ചാർട്ട് മാത്രമാണ്. ഈ ചാർട്ടും ഈ വരയും മാത്രമാണ് എൻ്റെ കൈ മുതൽ. ഓക്കെ. എനിക്കത് മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. അതിലൂടെ മാർക്കറ്റ് എങ്ങനെ പോകുമെന്നുള്ളത് ഏകദേശം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനും പറയാനും ശ്രമിക്കും. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ട് വേറെ അടുത്ത സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോവാം. ഓക്കെ. അപ്പം നമുക്കിനിയും ചാർട്ടിലോട്ട് വരാം. അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കിയാൽ അറിയാം, മാർക്കറ്റ് ഒരു റേഞ്ച്, കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് റേഞ്ച് ബൗണ്ടായിരുന്നു, അല്ലേ? മാർക്കറ്റ് റേഞ്ച് ബൗണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ തിങ്കളാഴ്ച ഘടകവിരുദ്ധമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പിലാണ്, ഇല്ലേ? അതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 150 പോയിന്റ് 120 പോയിന്റോളം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് പിന്നെ ആ ഒരു 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 ട്രെൻഡ് ലൈൻ പാറ്റേൺ രൂപപ്പെട്ടു. ആ പാറ്റേണിൽ കൂടെയാണ് മാർക്കറ്റ് ഇങ്ങനെ പോകുന്നത്. അപ്പം എൻ്റെ ഒരു കണക്ക് പ്രകാരം മാർക്കറ്റ് ഏത് സമയം പൊട്ടും എന്നുള്ള ഒരു 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 കൺവിക്ഷൻ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ അടുത്ത ജനുവരി മാസത്തെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും 26,000, 26,100, 200 ഒക്കെ നല്ലപോലെ കോൾ റൈറ്റിംഗ് കാണാം. അത് മാത്രമല്ല നമുക്ക് പിന്നെ FIAs ഇത്രയും ഷോർട്ട് പൊസിഷനിൽ നിൽക്കുമ്പം എപ്പോഴായാലും ഏത് സമയത്ത് മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കൺവിക്ഷൻ എനിക്കുണ്ട്. പക്ഷേ അത് നിങ്ങളോട് എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. കാരണം ഇത് മാർക്കറ്റാണ്, ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. അതിനെതിരെ പോയി കഴിഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും അത് പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം എനിക്കൊരു തട്ടിയോട് പറ്റിക്കഴിഞ്ഞാൽ അതിന് എങ്ങനെ പുറത്തിറങ്ങണം എന്നെനിക്കറിയാം. പണ്ട് ഞാൻ പിന്നെ നമ്മുടെ അർജുനൻ്റെ മകൻ അഭിമന്യുവിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് അർജുനൻ എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി കേട്ടോ, അഭിമന്യുവാണ്. അഭിമന്യുടെ കാര്യം പറഞ്ഞ പോലെ ചക്രവ്യൂഹത്തിനകത്ത് പെട്ടതിന് ശേഷം തിരിച്ചിറങ്ങാൻ അറിയാൻ വയ്യ എന്ന് പറഞ്ഞ ഗതിയായിപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് ഒരു സപ്പോസ് നമുക്കെതിരെ മാർക്കറ്റ് പോയാൽ അവിടെ നിന്ന് എങ്ങനെ സുരക്ഷിതമായിട്ട് പുറത്തിറങ്ങണം എന്ന് അറിയാൻ വയ്യാത്തവരോട് നമ്മളൊരു ട്രേഡ് പറഞ്ഞു കൊടുത്തിട്ട് അവർ ആ ട്രേഡ് എടുത്ത് അവസാനം എതിരെ പോയി കഴിഞ്ഞാൽ അവർ വെള്ളം കുടിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിക്കായിട്ട് പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.
അതുപോലെ തന്നെ നമുക്ക് ഞാൻ എപ്പോഴും എൻ്റെ പൊസിഷൻസ് ഞാൻ എടുക്കാറുള്ളത് എപ്പോഴും മന്ത്ലി എക്സ്പയറിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എക്സ്പയറിയോ ആയിരിക്കും ഞാൻ കൂടുതലും ട്രേഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്ക് സാവകാശമുണ്ട്, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അപ്പോൾ അതനുസരിച്ച് ഫണ്ടും നമുക്ക് വേണ്ടി വരും. അപ്പോൾ എനിവേ അത് പോട്ടെ, വേണ്ടാത്ത കാര്യം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് അപ്പോൾ ഏത് നിമിഷം ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പോൾ 22-ാം തീയതി തുടങ്ങിയതാണ്, 23-ആയി 24-ആയി, ഇതിങ്ങനെ ഏങ്ങിയാണ് മാർക്കറ്റ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഇവിടെ ഇന്നലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്, 23233 എന്ന് പറഞ്ഞൊരു ഹൈ മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഞാൻ എന്താ ഇന്ന് പറഞ്ഞത്, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കുള്ളത് 26,200-ഉം 26,147 ഈ 2 പോയിന്റാണ് നമുക്കുള്ളത്. ഈ സൈഡിൽ നിന്ന് എങ്ങോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലോട്ടാണ് മാർക്കറ്റ് പോകാൻ സാധ്യത എന്ന് വളരെ രാവിലെ തന്നെ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ഗ്രൂപ്പിൽ വോയിസ് നോട്ട് ഇട്ടപ്പോഴും ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നു, മുകളിലോട്ട് പോകുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് പോയി. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാർക്കറ്റ് 15 മിനിറ്റ് നേരം 15-20 മിനിറ്റ് നേരം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈ എവിടെയാണ്? ഇന്നലത്തെ ഹൈ. അപ്പോൾ ഞാൻ ഇത് ക്രോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നലത്തെ ഹൈ വാച്ച് ചെയ്യണം, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. മാർക്കറ്റ് അവിടം വരെ പോയിട്ട് നേരെ തിരിച്ച് വീണ്ടും താഴെ വന്നു അല്ലേ. താഴെ വന്നു, സപ്പോർട്ട് എടുത്തില്ല, വീണ്ടും തിരിച്ചു പോയി മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു ഇവിടെ. അത് മാത്രമല്ല, റീടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ടോപ്പായി അല്ലേ, ഒരു ട്രിപ്പിൾ ടോപ്പായി ഇവിടെ. ഇന്നലത്തെ ഒരു ഹൈ ഉണ്ട്, രണ്ടാമതൊരു ഹൈ ഉണ്ട്, പിന്നെ മൂന്നാമത് വീണ്ടും അരമണിക്കൂറിന് ശേഷം മാർക്കറ്റ് പോയി റീടെസ്റ്റ് ചെയ്ത് ഒരു ട്രിപ്പിൾ ടോപ്പ് അവിടെ ഫോം ചെയ്തു അല്ലേ. അപ്പോൾ ഈ ട്രിപ്പിൾ ടോപ്പിൽ ഇന്ന് എക്സ്പയറിയാണ്, സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്, വോളറ്റാലിറ്റി കൂടുതൽ കാണും. എങ്കിലും നമ്മുടെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോഴും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുമ്പം ചെറിയ തരത്തിലുള്ള ഡീക്ക് വരാം. അത് മാത്രമല്ല, ഇന്ന് വിക്സ് വെരി അൾട്രാ ലോ ആണ്. ആ 9 അടുക്കുന്ന രീതിയിലുള്ള ഒരു അൾട്രാ ലോ ആണ്. അതുകൊണ്ട് പ്രീമിയത്തിനൊക്കെ വളരെ ശോകമായിരുന്നു. അതിനുശേഷം നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്കിവിടെ ഓൾറെഡി ട്രിപ്പിൾ ടോപ്പ് കൺഫർമേഷൻ കിട്ടി ഇല്ലേ. അതിനുശേഷം നമുക്ക് ഇതങ്ങ് മായ്ച്ചു കളയാം. നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ട്രേഡ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് എൻ്റെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ട്രേഡൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുന്ദരമായിട്ട് ഈ ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്നു ഒന്ന് ടെസ്റ്റ്, ഇവിടെ നമുക്ക് അറിയത്തില്ല, മാർക്കറ്റ് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു ഇല്ലേ. അതിനുശേഷം വീണ്ടും താഴെ വന്നു, വീണ്ടും അവിടെ തന്നെ റീടെസ്റ്റ് ചെയ്തു. ആ റീടെസ്റ്റ് ചെയ്തപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇതൊരു റിജക്ഷൻ ക്യാൻഡിലാണ് അല്ലേ. ഈ റിജക്ഷൻ ക്യാൻഡിൽ കറക്റ്റ് ഈ പോയിന്റിൽ നിന്നാണ് റിജക്റ്റ് ചെയ്തേക്കുന്നത് ഇല്ലേ. ഇവിടെ നമുക്ക് കണക്കാക്കാം 1, 2, മൂന്നാമത്തെ ട്രിപ്പിൾ ടോപ്പാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഏതെങ്കിലും കാരണവശാലും മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടുവാണ്, നല്ലൊരു ഫോൾ നമുക്ക് കിട്ടും എന്ന് നമ്മൾ വിചാരിച്ച് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. കാരണം ഈ ഫസ്റ്റ് ട്രേഡ് എടുത്തിൽ രണ്ടാമത്തെ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഡോജിയാണ് ഇല്ലേ. അപ്പോൾ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് പോയി റീടെസ്റ്റ് ചെയ്തു, അവിടെ തന്നെ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് അവിടെ ഫോമായി. അപ്പോൾ നമുക്കിവിടെ അത് മാത്രമല്ല, ഇവിടെ ട്രേഡ് എടുത്താലും ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും ഇല്ലേ. ആ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു ഫോൾ കിട്ടി, 26,200-ലെത്തി, 26,233, 26,200-ലെത്തി. ന്യായമായിട്ടൊരു പ്രോഫിറ്റ് നിഫ്റ്റിയിൽ അങ്ങ് കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അല്ല, അത് താഴോട്ട് വീഴുമെന്ന് ഹോൾഡ് ചെയ്തവർക്ക് വീണ്ടും മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടായപ്പം ഞാൻ ഗ്രൂപ്പിൽ ഇത് കറക്റ്റായിട്ട് വരച്ചിട്ടു അല്ലേ. ഇങ്ങനൊരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മളിത് വരച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നോക്കിയേ, മാർക്കറ്റ് ഇവിടെ ഈ ഏരിയയിൽ ഇവിടെ എത്തി. മാർക്കറ്റ് ഇങ്ങനൊരു ഫോൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു ഇതൊരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോളാണ്, നിങ്ങളിത് വാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടു. ഇത് നമ്മുടെ മിഡ് ക്യാപ്പാണ് കാണുന്നത്. അപ്പോൾ ഇത് ആയി കഴിഞ്ഞപ്പോൾ ഞാനിതിങ്ങനെ വരച്ചിട്ടിരുന്നു. വരച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം താഴോട്ട് വീണ്ടും വരും എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ അത് നല്ലപോലെ താഴെ വന്നു. നോക്കിക്കേ, പിന്നെ ഞാനിവിടെ വന്നപ്പം ഇത് മിഡ് ക്യാപ്പിൽ ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായി. ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മിഡ് ക്യാപ്പിൽ ഞാൻ പറയാം. മിഡ് ക്യാപ്പിൽ ഇതുപോലെ തന്നെ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ഉണ്ടായി, താഴോട്ട് വരുമെന്ന് പറഞ്ഞ് വരച്ചിട്ടു. അതിനുശേഷം നോക്കിക്കേ, ഇത് നിഫ്റ്റിയാണ്. നിഫ്റ്റി വീണ്ടും വന്ന് നമ്മുടെ ട്രെൻഡ് ലൈൻ സെറ്റപ്പ് ഇവിടെ വന്നു, ഇവിടുന്ന് വീണ്ടും താഴോട്ട് പോകുമെന്ന് ഞാൻ വരച്ചിട്ടു. നോക്ക്, കറക്റ്റായിട്ട് വന്നു. പിന്നെ ഭീകരമായിട്ട് മാർക്കറ്റ് താഴെ പോയി അല്ലേ. നോക്കിക്കേ, കണ്ടോ,
ഓക്കെ, ഭീകരമായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ പോയി. നല്ലപോലെ മിഡ് ക്യാപ്പിലൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ, ഇത് മിഡ് ക്യാപ്പാണ്, നല്ല രീതിയിൽ മിഡ് ക്യാപ്പ് ഇതിലൊക്കെ ആൾക്കാർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. ഈ മിഡ് ക്യാപ്പിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പിൽ ഞാനത് പറഞ്ഞില്ല, അപ്പോഴാണ് വഴക്കുണ്ടായത്. ഓക്കെ, വഴക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ വഴക്ക് പറഞ്ഞതാണ് കേട്ടോ, അതുകൊണ്ട് അതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടി. അതിനുശേഷം നല്ലൊരു ഫോൾ, ഈ ഫോൾ നല്ലപോലെ എല്ലാം മിക്കവർക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഈ ഫ്ലാഗ് ആൻഡ് ബോൾ വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ ഫ്ലാഗ് ആൻഡ് ബോളിൽ നിങ്ങൾ എത്ര പേര് പ്രോഫിറ്റ് എടുത്തു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും, എനിക്കും ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഞാനത് സ്റ്റഡി പർപ്പസ് രീതിയിലാണ് ഇങ്ങനെ ഒരു പാറ്റേൺസ് രൂപപ്പെടുമ്പോൾ, ഇങ്ങനെ മാത്രമല്ല പല പാറ്റേൺസുകളും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് വരുമ്പം. അത് എനിക്കൂടെ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ പലരും എനിക്ക് സാറേ ഇത് എം പാറ്റേൺ ആണോ, എൻ പാറ്റേൺ ആണോ, വി ഷേപ്പ് ആണോ എന്നൊക്കെ പലരും മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഞാനത് കുറച്ചൊക്കെ ഇഗ്നോർ ചെയ്യും. കാരണം നമുക്കൊരു കൺവിക്ഷനും വേണം മാർക്കറ്റ് താഴോട്ട് വരും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനത് പോസ്റ്റ് ചെയ്യാറുള്ളൂ. ചിലതൊക്കെ ഞാനങ്ങ് ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു ഫോൾ കിട്ടി. ഈ ഒരു ഫോൾ ഞാൻ പ്രതീക്ഷിച്ചതാണ്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. എനിവേ എൻ്റെ പൊസിഷൻസ് എല്ലാം മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. മിഡ് ക്യാപ്പിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, പോട്ടെ. അപ്പം മിഡ് ക്യാപ്പ് ഇപ്പോൾ നിഫ്റ്റി, അപ്പോൾ നമ്മുടെ ഈ ഓപ്പണിംഗ് റേഞ്ചും ബ്രേക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഓരോ ലെവൽ വരുമ്പോൾ ഞാൻ പറയും ഈ ലെവൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കണം, പിന്നെ ഈ ഓപ്പൺ ഏരിയ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എല്ലാ രീതിയിലും നിങ്ങളെ മാക്സിമം എന്നെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് എല്ലാം അവസാനം ഒരു അരമണിക്കൂർ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു പരുവത്തിലേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താണ് സംഭവിക്കുന്നത്? നാളെ ഇപ്പോൾ അവധിയാണ് മാർക്കറ്റ്. ഇന്ന് US മാർക്കറ്റ് അവധിയാണ്, നാളെ നമ്മുടെ മാർക്കറ്റ് അവധിയാണ്, മറ്റന്നാൾ എനിക്കൊന്ന് യൂറോപ്യൻ മാർക്കറ്റ് അവധിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാണ് നമുക്ക് യാതൊരു ഒരു ഐഡിയയും ഇല്ല. നിലവിൽ ഒരു എന്താ പറയുന്ന ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ നിലവിലുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് സെറ്റപ്പാണ് നിലവിൽ മാർക്കറ്റിലുള്ളത്. പക്ഷേ ഈ നാളെ മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ടും ഇന്ന് വൈകിട്ട് US മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ടും ന്യൂസുകളായിരിക്കും ഇനിയും വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ന്യൂസുകളായിരിക്കും മാർക്കറ്റിനെ നയിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്കൊന്നും പറയാൻ യാതൊരു നിർവാഹവുമില്ല. എനിവേ പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ, നാളെ വൈകിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളെ അപ്പം മാർക്കറ്റ് നാളെ ഇപ്പം നമുക്ക് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ കാര്യം ഇപ്പോൾ തൽക്കാലം പറയണോ വേണ്ട എന്നുള്ളതാണ്. പറയണമെന്നുണ്ടെങ്കിൽ 26,100 ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടൻറ്റ്. 26,100, ഈ 26,100 പൊട്ടുന്നുണ്ടോ നോക്കുക. 26,100 പൊട്ടിയാൽ പിന്നെ 26,011 എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പറുണ്ട് ഇല്ലേ, 26,011 അവിടെ മാർക്കറ്റ് എത്തും. 26,100 പൊട്ടിക്കഴിഞ്ഞാൽ 26,061, 26,011 ഈ 2 ലെവലുകൾ നമ്മുടെ താഴോട്ട് നമുക്കുണ്ട്. തിരിച്ച് മാർക്കറ്റ് വീണ്ടും കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഇനി ഓപ്പണിംഗ് ലെവലിൽ ഇനി പ്രസക്തിയില്ല. ഈ ട്രെൻഡ് ലൈനാണ് പ്രസക്തി. ഇവിടുന്ന് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനും ഈ 26,200 എന്ന് പറഞ്ഞ ഈ പോയിന്റ് ഇതിന് മുകളിലോട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സൈഡ് 26,200 എടുത്തിട്ട് കൺഫർമേഷനാണ്. ഓക്കെ, ഇതാണ് വെള്ളിയാഴ്ചത്തേക്കുള്ള സെറ്റപ്പ്. എനിവേ എന്തായാലും നാളെ ഞാൻ നോക്കട്ടെ, പറ്റുന്നെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റി വളരെ ശോകമായിരുന്നു. വളരെ ശോകം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷമായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഇതെന്താണ്, വളരെ കൺസോളിഡേഷൻ മോഡിലാണ്. ഇതും ഈ പറയുന്ന പോലെ തന്നെ അവസാന നിമിഷം ചെറിയൊരു ഫോൾ നമുക്ക് ഇവിടെയും കിട്ടി. ഇവിടെയും നോക്കിക്കേ ഫ്ലാഗ് ആൻഡ് പോൾ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ താഴോട്ട് വന്നു, ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ഉണ്ടായി, പിന്നെ താഴോട്ട് ഇറങ്ങി വന്നു ഇല്ലേ, ഇതാണ് ഉണ്ടായത്. പക്ഷേ ഈ നിഫ്റ്റിയുടെ അത്രയും ഒരു പെർഫോമൻസ് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആദ്യമൊക്കെ പിടിച്ചു നിന്നു, പക്ഷേ അവസാനമാണ് പൊട്ടി താഴോട്ട് പോരുന്നത്. ഓക്കെ, അപ്പം അത് വിട്ടേരെ. അപ്പം നമുക്കിനി അടുത്ത് മിഡ് ക്യാപ്പിലാണ് പ്രധാനമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതിനകത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ പലരും പോയി കാണുമായിരിക്കും, നോ പ്രോബ്ലം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണ്, ഞാൻ ഗ്രൂപ്പിൽ പറയാമെന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്താണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ മിഡ് ക്യാപ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പ് താഴോട്ട് പൊട്ടും എന്നുള്ള കാര്യത്തിനകത്തൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ആ കൺഫർമേഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മിനിറ്റ് അത് എടുക്കട്ടെ. ഇപ്പം ഇവിടെ നിൽക്കുക, ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന എത്രയാണ്, ഫ്യൂച്ചർ എത്രയാണ്, 13,811 അല്ലേ. നിഫ്റ്റി മിഡ് ക്യാപ്പോ
സ്പോട്ട് നിൽക്കുന്നത് 813. ഓക്കെ, സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കേണ്ടത്? ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തുകൊണ്ട് വരാം, നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചേക്കുക. ഇത് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ സ്പോട്ടാണ്, ഇത് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ഫ്യൂച്ചറാണ്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും 13,880 മിഡ് ക്യാപ്പ് ആ സമയത്ത് ഓടിക്കൊണ്ട്. രണ്ടെണ്ണം ഞാൻ എടുത്ത്, ഒരെണ്ണം വിട്ടു, ഒരെണ്ണം പോയി, എവിടെയോ പോയി. ഇത് ഏകദേശം 11:42, ഇത് ഇവിടുത്തെ സമയമാണ്. അപ്പോൾ ഏകദേശം 11:30, 12, 2 മണിക്കുള്ള സംഭവമാണ് ഈ പറയുന്നത്, 2 മണിക്ക്. ഓക്കെ, ഇതിന് മുന്നേ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. ഓക്കെ, 13,880 സ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മിഡ് ക്യാപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കിക്കേ, 13,874. അതായത് സ്പോട്ടിനേക്കാൾ താഴെയാണ് ഫ്യൂച്ചർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡിഫറൻസ് നോക്കി, ഇവിടെ 65 പോയിന്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ 88 പോയിന്റ്, 89 പോയിന്റാണ് നെഗറ്റീവ്. അത് മാത്രമല്ല, ഇവിടെ സ്പോട്ട് 880 ആണെങ്കിൽ ഫ്യൂച്ചർ 874. സാധാരണ ഇതിൽ എന്താ സംഭവിക്കേണ്ടത്? അതാണ് സംഭവിക്കേണ്ടത്, സ്പോട്ടിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഫ്യൂച്ചർ. പ്രത്യേകിച്ച് ഇനിയും മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ, എക്സ്പയറി ആകാൻ 3-4 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20-25 പോയിന്റെങ്കിലും ഹയർ റേറ്റിൽ നിൽക്കണം, സ്പോട്ടിനേക്കാളും ഹയർ റേറ്റിൽ നിൽക്കണം ഫ്യൂച്ചർ എപ്പോഴും. ഒരു 25 പോയിന്റെങ്കിലും ഈ 3-4 ദിവസം ഉള്ളതുകൊണ്ട് നിൽക്കണം. പക്ഷെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? സ്പോട്ടിനേക്കാളും വളരെ നെഗറ്റീവാണ് ഫ്യൂച്ചർ. ഇതിനർത്ഥം എന്താണ്? ഇത് മിഡ് ക്യാപ്പിൻ്റെ ഇൻഡെക്സിനകത്തിൽ വീക്ക്നെസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്പോട്ടിനേക്കാളും താഴെയാണ് ഫ്യൂച്ചർ ഓടുന്നതെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കോണം, എപ്പോഴും ഫ്യൂച്ചറിന് എപ്പോഴും ഒരു വീക്ക്നെസ് ഉണ്ട്. ആ ഇൻഡെക്സിന് തന്നെ എന്തോ പ്രശ്നമുണ്ട്, വീക്ക്നെസ് ഉണ്ട്, പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ ഇത് കണ്ടുപിടിച്ച്, അപ്പോൾ ഇതൊന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഒറ്റ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല, ആരും പ്രതികരിച്ചിട്ടുമില്ല, ആരും ഒരു പ്രതികരണമില്ല ആർക്കും. അപ്പോൾ അതുകൊണ്ടത്തെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും വെറുതെ കഷ്ടപ്പെടുന്നത് വിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാപ്ചർ നിങ്ങൾക്ക് കിട്ടിയേനെ. മനസ്സിലായില്ലേ? അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ഇനി ഫ്യൂച്ചർ നിങ്ങൾ നോക്കിക്കൊള്ളുക. മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പം ഈ ഫ്യൂച്ചർ ഒരു കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 100 പോയിന്റിന് 100-120 പോയിന്റോളം വ്യത്യാസം കാണും ഫ്യൂച്ചറും സ്പോട്ടും തമ്മിൽ. ഓരോ ദിവസം കഴിയുന്തോറും ആ ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള അകലം കൂടും. പക്ഷേ അകലം കുറയും എങ്കിൽ തന്നെ അത് എക്സ്പയറി ആവുന്ന ദിവസം മാത്രമേ രണ്ടും ഈക്വൽ ആവത്തുള്ളൂ. എക്സ്പയറി ഡേയുടെ മന്ത്ലി എക്സ്പയറി ഡേയുടെ അന്ന് മാത്രമേ എന്താകത്തുള്ളൂ, സ്പോട്ടും ഫ്യൂച്ചറും ഒരേ പോയിന്റിൽ എത്തത്തുള്ളൂ. പക്ഷേ ഇത് സ്പോട്ടിനേക്കാളും താഴെ പോയി ഫ്യൂച്ചർ എക്സ്പയറി ആകുന്നതിന് മുന്നേ, ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വീണ്ടും താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിഡ് ക്യാപ്പിനകത്തിൽ ഒരു സെല്ലിംഗ് പ്രഷർ കൂടുതലാണ്, ബെയറിഷ്നെസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഭാവിയിലും ഫ്യൂച്ചറിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. മാർക്കറ്റിൽ ഒരു പെട്ടെന്നൊരു ഫോളോ അല്ല എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ആ മൊമെൻറ്റം എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നിഫ്റ്റി നോക്കിക്കേ 164, ഇത് 142, ഏകദേശം 20 പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? ഫ്യൂച്ചറിനേക്കാളും 20 പോയിന്റ് കുറവാണ് സ്പോട്ടിന് ഇല്ലേ? കണ്ടോ വ്യത്യാസം കണ്ടോ? പക്ഷേ ഇവിടെ മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, മിഡ് ക്യാപ്പിൽ ഇപ്പം ക്ലോസ് ചെയ്തപ്പോൾ ഈക്വലായി, ക്ലോസ് ചെയ്തപ്പോഴും നെഗറ്റീവാണ്, ഈക്വൽ ആവാൻ പാടില്ല, കൂടി തന്നെ ഈ ഫ്യൂച്ചർ കൂടിയാണ് നിൽക്കേണ്ടത്. പക്ഷേ ക്ലോസ് ചെയ്തപ്പോഴും 813, 811, ഇപ്പോൾ 2 പോയിന്റ് വീണ്ടും ഫ്യൂച്ചർ താഴെയാണ്. ആക്ച്വലി ഇതൊരു 830-35 റേഞ്ചിൽ വരേണ്ടതാണിത്. പക്ഷേ ഇപ്പോഴും മിഡ് ക്യാപ്പിൽ എന്താണ്, ഒരു ബെയറിഷ്നെസ് ആണ്. ഇതിൻ്റെ ഒരു കാരണം കൂടെ, ഇനിയിപ്പം ഇത്രയും ബെയറിഷ് ആകാനുള്ള പ്രധാനപ്പെട്ട 1-2 കാരണങ്ങളുണ്ട് മിഡ് ക്യാപ്പിനകത്തിൽ. കഴിഞ്ഞ ദിവസം എക്കണോമിക് ടൈംസിനകത്തിൽ ഒരു ന്യൂസ് വന്നു, BSE വീണ്ടും ഒരു പുതിയ ഓപ്ഷൻ, മന്ത്ലി ഇൻഡെക്സ് ഓപ്ഷൻ സെറ്റപ്പ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു ന്യൂസ് എക്കണോമിക് ടൈംസിനകത്ത് വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന BSEക്ക് എന്ത് ചെയ്യും, കൂടുതൽ വരുമാനം കിട്ടും എന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാം BSE ആടിക്കയറി വാങ്ങിച്ചു. BSE ആടിക്കയറി വാങ്ങിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ഓപ്ഷൻ മിഡ് ക്യാപ്പിനകത്തിൽ ഏറ്റവും ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ് BSE. അപ്പോൾ മിഡ് ക്യാപ്പ് പറന്നു, BSE അതിൻ്റെ കൂടെ തന്നെ പറന്നു. അതിൻ്റെ അടുത്ത ദിവസം ഇന്നലെ BSE പറഞ്ഞു, അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല, റെഡി ആകുമ്പോൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. കാറ്റടിച്ചുവിട്ട ബലൂൺ പോലെ സംഭവം BSE എന്ത് ചെയ്തു, താഴെ പോയി. ഇന്ന് ഏകദേശം 65 പോയിന്റോളം BSE ഇന്ന് താഴെ വീണു. ഇന്നലെയും വീണു 10-30 പോയിന്റ്. ഈ വാർത്ത വന്നപ്പോൾ ഏകദേശം 100 പോയിന്റ് 90 പോയിന്റ് ഒറ്റയടിക്ക് കയറിയതാണ്. അടുത്ത നോക്കിക്കേ, ഇവിടെയാണ് ന്യൂസ് വന്നത്. കഴിഞ്ഞ ദിവസം 22-ാം തീയതി ന്യൂസ് വന്നു, 90 പോയിന്റ് കയറി, 90 പോയിന്റ്. ആ കയറി അതുപോലെ തന്നെ കാറ്റടിച്ചുവിട്ട ബലൂൺ പോലെ സാധനം നേരെ തിരിച്ച് താഴെ വന്നതിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്.
ഇതാണ് ഒരു ന്യൂസിൻ്റെ ഇമ്പാക്റ്റ്. കള്ളത്തരമാണെങ്കിലും കള്ള ന്യൂസ് പടച്ചു വിട്ടിട്ട് മാർക്കറ്റിനെ പറ്റിക്കുന്ന, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ വലിയ എക്കണോമിക് ടൈംസും അങ്ങനെയുള്ള NDTV ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകൾ പടച്ചു വിടുമ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചാടിക്കയറാവൂ. അല്ലാതെ ന്യൂസിൻ്റെ പുറകെ പോയി എന്തെങ്കിലും കേട്ട് ഉടനെ ചാടിക്കയറി പൊസിഷൻ എടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിരുന്നു. അപ്പം അന്ന് തന്നെ ഈ ദിവസം തന്നെ ഞാൻ BSCയുടെ PE എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഇന്ന് ഞാൻ ബുക്ക് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം നല്ല പ്രോഫിറ്റ് എനിക്ക് കിട്ടിയെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിനെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇനി നാളെ അടുത്ത ദിവസങ്ങളിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് പൊട്ടുമോ ഇല്ലെന്നുള്ളത് നമുക്ക് വീണ്ടും ഇതേ റേഞ്ചിൽ എത്തി. ഓക്കെ, ഇതേ റേഞ്ചിലെത്തി നമുക്ക് 13,783 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 13,707 പ്രധാനപ്പെട്ട ഒരു ലെവല്. ഈ 707 വന്ന് തിരിച്ച് കയറുമോ ഇല്ലെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ള സമയം ഒത്തിരി പോയി, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് സമയം ധാരാളം പോയി. അപ്പം ഇതാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സുവർണ്ണ അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും പറയുമ്പോൾ സാറേ ഗ്രൂപ്പിൽ ചേരാനുള്ള നമ്പറാണ് ഇത് പറഞ്ഞ് ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ ഇനി അതിനകത്ത് കുറച്ച് വേക്കൻസി കൂടെ ഉള്ളൂ. ഓൾറെഡി അത് ഫുള്ളായി, ഓൾമോസ്റ്റ് ഫുള്ളായി. ഞാനതിൽ വലിയ ആൾക്കാരൊന്നും ചേർക്കാനുള്ള സ്ഥലം അതിനകത്ത് ഇല്ല. എങ്കിലും ഇപ്പോൾ ഈ ഡിസംബർ ആകുമ്പോൾ കുറച്ച് പേരടുത്ത് മിക്കവാറും പുറത്ത് പോകും എനിക്ക് തോന്നുന്നു, എൻ്റെ ലക്ഷണം കണ്ടിട്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ആ വേക്കൻസിയിൽ ഒരു പക്ഷേ നമുക്ക് കുറച്ച് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. അപ്പം ഞാൻ എന്തായാലും ആ നമ്പർ ഇതിൻ്റെ ഈ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അതിനകത്തിൽ ജോയിൻ ചെയ്യാം. ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഫ്രീ അല്ല. കാരണം ഫ്രീ വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ എടുത്ത് ഇടിച്ചു കയറും. ഓർമ്മയുണ്ടല്ലോ പഴയ ഗ്രൂപ്പിൻ്റെ കാര്യം, 12,000 പേര് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ചായക്കാശ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ വെച്ചേക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നല്ല ഒരു സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല ഒരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.